നൂൽപുട്ട് ഉണ്ടാക്കുമ്പോഴേ റെഡിയാകാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി നൂൽപുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ കഴുകി പിന്നെ ഉണക്കി പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം ഇവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ചൂടാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുമിളകൾ വരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. വെള്ളം നല്ലോണം തിളക്കണ്ട കേട്ടോ. തിളക്കണീൻ്റെ മുന്നേ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കുമിളകൾ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് ആ ഒരു വെള്ളം നമ്മളെടുത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ആദ്യം വെള്ളത്തിന് ഞാൻ കറക്റ്റ് അളവ് പറയണില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കണ അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മതിയാവും. നേരെ മറിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, അതിക്ക് അത്യാവശ്യം വെള്ളം കൂടുതൽ വേണ്ടി വരും. അത് അരിപ്പൊടി വറുത്ത് വരുന്നതൊക്കെയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കണ നമ്മളവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അരിപ്പൊടി നമ്മൾ പൊടിച്ചെടുത്താൽ പിന്നെ വറുത്തെടുക്കുകയൊന്നും ചെയ്യൂല. അരി കഴുകി ഉണക്കി പൊടിച്ചെടുക്കുക ചെയ്യാറ്. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം നമുക്കറിയാലോ, അതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഉരുട്ടിയാൽ ഉരുളണ ആ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത്. നല്ലോണം ടൈറ്റ് ആവും വേണ്ട, എന്നാൽ നല്ലോണം ലൂസാവും വേണ്ട. പിന്നെ ഇതാ ഞാൻ ഈ മരത്തിൻ്റെ അച്ചാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ എളുപ്പമാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കാൻ. ഒരുപാട് നമ്മൾ ബലം പിടിച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളെ കൈ കൊണ്ട് ഒന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ നൂലുള്ള നൂൽപുട്ടാണ് കിട്ടുക. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിക്കാരം, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനും. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, അത്രയും സോഫ്റ്റാണ് കേട്ടോ അതുകൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ. പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാൻ ഇതേപോലെയുള്ള ഒരു 6 പ്ലേറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇങ്ങനത്തെ 6 പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് നൂൽപുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ആദ്യം ഇതുപോലെ ഈ ഒരു 6 പ്ലേറ്റിലും നൂൽപുട്ട് പീച്ചെടുക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ നൂൽപുട്ട് പീച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ സ്റ്റാൻഡിൽ 3 പ്ലേറ്റാണ് കേട്ടോ വെക്കാൻ പറ്റുക. അങ്ങനെ ആ ഒരു 3 പ്ലേറ്റ് വയ്ക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഇവിടെ ഇഡ്ഡലി ചെമ്പിൽ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കറി ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ്ക്ക് ഒരു ചെറിയൊരു കിഴങ്ങും അതേപോലെ തന്നെ ഒരു ക്യാരറ്റൊക്കെ ഇട്ടുകൊണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നല്ലോണം ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കിഴങ്ങും ക്യാരറ്റും അതേപോലെ തന്നെ ഗ്രീൻ പീസും ഒക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കറി ഒന്ന് തൂമിച്ചും ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുത്തു, അതിൽ ഒഴിച്ചു കൊടുത്തു, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ, കറി റെഡിയായി. അപ്പോൾ അങ്ങനെ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.